അച്ഛങ്ങ് വന്നേച്ചാ എന്തേ മര്യാദക്ക് ജോലി ചെയ്യാൻ സമ്മതിക്കൂല. എന്ത് മോൾക്കേ ഒരു 5-6 പാക്കറ്റ് സ്കെച്ച് പേരും കൂടെ മേടിച്ച് കൊടുക്കാത്ത ഞാൻ ഒന്ന് വാങ്ങിച്ചു കൊടുത്ത് ക്യാഷ് ഒന്ന് വാങ്ങിച്ചു കൊടുത്ത് ഇനി ആരും വാങ്ങിച്ചു കൊടുക്കേ. ആ അതാണ് പ്രശ്നമായത്. കേറി നോക്ക്, ആ ടേബിളിന്റെ അടുത്ത ഭിത്തില് മൊത്തം വരച്ചു വെച്ചിട്ടുണ്ട്. നീ കണ്ട കൊള്ളാമോ? ഭിത്തി ചുവരില് മൊത്തം വരച്ചു വെച്ചേക്കണേന്ന്. കൊള്ളാവോന്നാ? ആണോ? ആ ആ വന്നാ അറിഞ്ഞ മോള് സ്കെച്ച് പേരുണ്ട് കലാവിരുന്ന് നടത്തി. അവളിങ് വിട്ടാ കൊടുക്കട്ടെ രണ്ടെണ്ണം. മിണ്ടായിരില്ല ആ ബെസ്റ്റ്. അമ്മയും മേടിച്ചാ സ്കെച്ച് പേന? എന്തുറ്റി? ഇവിടെ കേശുവും അച്ഛനും ഓരോന്ന് വെച്ച് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. അന്നാ വേറൊരു കാര്യം കൂടെ അറിഞ്ഞോ? ആ റൂമില് ഭിത്തിയില് മൊത്തം വരച്ചും വെച്ചിട്ടുണ്ട്. അതാരും കാണാത്ത സ്ഥലമാണെങ്കിലും കൊച്ചെ ഇത് വാടക വീടാണ്, നമ്മുടെ സ്വന്തം വീടല്ല. അങ്ങനെ വരച്ചു വെക്കാവോ? ആ അതാണോ? ആ പിന്നല്ലാതെ മക്കളെ കൊച്ചിനാണ് പേപ്പർ കൊടുക്കാറുണ്ട്. പിന്നെ കൊച്ചിനാരും പേപ്പർ കൊടുക്കത്തുണ്ട്. അച്ഛൻ അച്ഛനല്ലേ നേരത്തെ കണ്ടത് അവള് എന്റെ സേവാകേന്ദ്രത്തിനകത്ത് സേവാകേന്ദ്രത്തിന്റെ പേപ്പറിൽ മൊത്തം വരച്ചു വെച്ചത്. അമ്മ ഞാൻ ഇവളുടെ ഒരു കാര്യത്തിലും ഇടപെടൂല. ഞാൻ എന്ത് ചെയ്താലും ഇവക്ക് പിടിക്കൂലെന്നേ. അത് ആർക്കും പിടിക്കൂല. അച്ഛാ പാറു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി മേലെ എന്റെ സേവാകേന്ദ്രത്തിലെ പേപ്പർ തൊട്ടു വരും. ഇല്ല വേണ്ടാതെ പേപ്പർ ഉണ്ടെങ്കിൽ എനിക്കറിയാവോ എന്തിനി ഇത് വെച്ച് വരയ്ക്കാന്? ഈ കൊച്ചെ എനിക്ക് വേണ്ടാത്തതായിട്ട് ഒരു പേപ്പറും ഇല്ല. അതിനകത്തിരിക്കുന്ന മൊത്തം എന്റെ പല കാര്യങ്ങളും പലതും എഴുതി വെച്ചേക്കുന്ന പേപ്പറാണ്. പലതും എഴുതി വെച്ച പേപ്പർ? അതൊന്നും പലതും എഴുതി വെച്ച പേപ്പറേ. ആ സേവാകേന്ദ്രത്തിലെ ചില ആൾക്കാരുടെ ലിസ്റ്റും കാര്യങ്ങളും കുറച്ച് കണക്കും ഒക്കെ. ആ പിന്നെ ചിലർക്ക് കൊടുക്കാനുള്ള ലെറ്റർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചോണ്ടല്ലോ. പിന്നെ ചിലർക്ക് കൊടുക്കാനുള്ള ലെറ്റർ ഞാൻ അട്ടിക്കണക്കിന് അകത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് അതപ്പോഴേ തോന്നിയത് സംഭവം. എനിക്ക് തോന്നി. അമ്മ പറഞ്ഞു കേട്ടാ അമ്മ. എടാ ഞാൻ ഉദ്ദേശിച്ച വല്ല വില്ലേജ് ഓഫീസിലോ താലൂക്കിലോ ഓഫീസിലോ ലെറ്റർ ആണ്. നീ എന്താ ഉദ്ദേശിച്ചത്? അയ്യോ 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 ഇനി വിശദീകരിക്കാൻ നിൽക്കണ്ട. നീ ഇങ്ങനെ വന്നാലും നിന്നാ ഓഫീസിൽ പോയി ജോലി തളർന്ന് ക്ഷീണിച്ച് വന്നില്ലേ? നിങ്ങളെ എനിക്ക് നല്ല ചായ ഇട്ടുണ്ടോ? അപ്പോ ചായ മാത്രം മതിയാ? പലഹാരം വല്ലതും വേണോ? ആ അമ്മ ആ കാര്യം പറഞ്ഞപ്പോഴാണ് അമ്മ കൊണ്ട് ഓഫീസിൽ നിന്നൊക്കെ വരുമ്പോ നല്ല ചൂട് കടി മേടിച്ചോണ്ട് വരുന്നല്ലേ. ആ കേശ് കറങ്ങി തിരിഞ്ഞ് അവിടെ തന്നെ എത്തി. അവൻ പറയും ശരിയാണ് കേട്ടാ. പണ്ട് ഇവിടെ എണ്ണ പലഹാരം ഉണ്ടാക്കാറുണ്ട്, ഇപ്പൊ എന്തുണ്ടാക്കാത്തത്? എണ്ണ പലഹാരം കഴിച്ചാലേ കൊളസ്ട്രോൾ ഉണ്ടാവും. ഇവിടെ എല്ലാവർക്കും കൊളസ്ട്രോളാ. നീ ബാഗ് നോക്കട്ടെ ആദ്യം മാറാൻ കൊണ്ട്. അയ്യ അതൊക്കെ എൻ്റെ അമ്മ നല്ല ഉള്ളിയോടെ ഉണ്ടാക്കും, നല്ല മുരുമുരായിരിക്കും. പിന്നെ ശനി ഞായർ ദിവസങ്ങളിൽ അച്ചപ്പം, നെയ്യപ്പം, കുഴലപ്പം, ഉണ്ണിയപ്പം ഒക്കെ ഉണ്ടാക്കും. ആ അമ്മ ഉണ്ടാക്കി തന്ന തന്നെ തിന്നകാലം മറന്ന്. അതിന് ശേഷം നല്ലൊരാഹാരം അയ്യോ ഞാൻ കഴിച്ചിട്ടില്ല. എന്റെ ദൈവമേ, അതെ എന്താ ദൈവമേ. ഇത് കണ്ട? ഇത് ഓഫീസിലെ കൊട്ടേഷൻ പേപ്പർ. അതിനകത്തൊക്കെ അവള് പടം വരച്ചു വെച്ചേക്ക. ഇത് കണ്ടടാ. എങ്ങനെ ഇരിക്കുന്നു? ഈ കൊച്ചിന്റെ ഒരു കാര്യം എന്ത് ചെയ്യുന്നു? ഇത് കാണിച്ചിരിക്കണത് ഇത് ഓഫീസിലെ പേപ്പർ കണ്ടറിഞ്ഞൂടെ? എല്ലാത്തിനും ഉണ്ടോ കുത്തി വരച്ചോക്കെ? ഇനി ഇത് ആര് വരച്ചു? ഞങ്ങള് ഇവിടെ എഴുതിയിട്ടില്ലേ? ഈ എഴുതാത്ത സ്ഥലത്ത് ആരേനെ കൊണ്ട് വരച്ചു? ഇത് കണ്ടില്ലേ? കിട്ടിയത് തന്നെ. ഇത് ഇനി എന്ത് ചെയ്യൂ? നീ രണ്ടാമത് ടൈപ്പ് ചെയ്യണ്ടേ ഇത്? ഞാൻ നീ അത് വിടണേ. അവളാ വാസന വരച്ച് വരച്ച് തെളിയല്ലേ. വാസന ഈ പേപ്പറിലാണ് വാസന മൊത്തം കാണിക്കണത്. കണ്ടാ ഇത് സൂര്യൻ പേപ്പറിനകത്ത്.